കേരള രാഷ്ട്രീയത്തിൽ ഭരണപ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള വാക്പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതിന്റെ നേർചിത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കാണുന്നത്. ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും അപ്പുറം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും നുണയൻ വിളികളിലേക്കും രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറുകയാണ്. വി ഡി സതീശനെ നുണയാശാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് CPM നേതാക്കളായ AK ബാലനും MV ഗോവിന്ദനും രംഗത്തെത്തിയപ്പോൾ നുണ പറയുന്നതിൽ നോബൽ സമ്മാനം നൽകേണ്ടത് ഗോവിന്ദനാണെന്ന തിരിച്ചടിയുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കുമ്പോൾ വികസനവും രാഷ്ട്രീയ നയങ്ങളും ചർച്ചയാവേണ്ട സ്ഥാനത്ത് നുണ എന്ന വാക്കിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങളാണ് മുഖ്യധാരയിൽ ഇടം പിടിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ CPM സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം രംഗത്തിറങ്ങിയത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ AK ബാലനാണ് വി ഡി സതീശനെതിരെ ഏറ്റവും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. സതീശൻ വെറുമൊരു നുണയനല്ല, മറിച്ച് നുണയാശാനാണെന്നാണ് ബാലന്റെ പക്ഷം. വർഗീയ അജണ്ടകൾ മുൻനിർത്തിയാണ് സതീശൻ ഓരോ പരാമർശവും നടത്തുന്നതെന്നും ജനങ്ങൾ ഇത്തരം വർഗീയ ചുവയുള്ള വാക്കുകളെ തള്ളിക്കളയണമെന്നും അദ്ദേഹം പറയുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന തിരിച്ചറിവാണ് കോൺഗ്രസിനെ പരിഭ്രാന്തിയിലാക്കുന്നതെന്ന് AK ബാലൻ നിരീക്ഷിക്കുന്നു. ഈ ഭയം കാരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേരിടാൻ പോകുന്ന പരാജയത്തിന് മുൻകൂർ ജാമ്യം എടുക്കാനാണ് സതീശൻ നുണകൾ പ്രചരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. കൂടാതെ മലമ്പുഴയിലും കോങ്ങാടും കോൺഗ്രസും BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ടെന്ന പഴയ ആരോപണം അദ്ദേഹം വീണ്ടും സജീവമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സതീശനെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. വി ഡി സതീശൻ നുണ പറയുന്നത് നോബൽ സമ്മാനം ലഭിക്കാനാണെന്നാണ് ഗോവിന്ദന്റെ പരിഹാസം. രാവിലെ മുതൽ രാത്രി വരെ സതീശൻ നുണകൾ പടച്ചുവിടുകയാണെന്നും BJP CPM ഡീൽ എന്ന ആരോപണം വെറും അസംബന്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുമുന്നണി 110 സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ഗോവിന്ദൻ കാരാട്ട് റസാക്കിന്റെ ലീഗിലേക്കുള്ള മടക്കത്തെയും നിസാരവൽക്കരിച്ചു. ഇടതുപക്ഷത്ത് നിന്ന് താൻ പ്രതീക്ഷിച്ചത് ലഭിക്കാത്തത് കൊണ്ടാകാം റസാക്ക് മടങ്ങിയെത്തിയെന്നാണ് ഗോവിന്ദന്റെ വാദം. പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM നേതാക്കളുടെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ വി ഡി സതീശൻ മറുപടി നൽകി. നുണ പറയുന്നതിന് ലോകത്ത് ആർക്കെങ്കിലും നോബൽ സമ്മാനം നൽകുന്നു അത് MV ഗോവിന്ദന് തന്നെ നൽകണമെന്നായിരുന്നു സതീശന്റെ മറുപടി. കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ് ഗോവിന്ദനെന്ന് അദ്ദേഹം ആവർത്തിച്ചു. മന്ത്രി വീണ ജോർജിനെതിരെ നടത്തിയ വിവാദമായ കഴുത്തുഞെരിക്കൽ പരാമർശത്തെ സതീശൻ ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുന്നതിൽ ഗോവിന്ദൻ അഗ്രഗണ്യനാണെന്നും മറ്റാരെങ്കിലും ഇത്രയും വലിയ നുണകൾ പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. CPM നേതാക്കൾ നടത്തുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ താൻ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണെന്നും സതീശൻ ആരോപിച്ചു. AK ബാലന്റെ പത്രസമ്മേളനത്തിൽ PK ശശിയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടും ചർച്ചയായി. റിപ്പോർട്ടിൽ തീവ്രത എന്ന പരാമർശം ഉണ്ടായിട്ടില്ലെങ്കിലും അതെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ് ബാലന്റെ നിലപാട്. PK ശശിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ബന്ധത്തെ മൂത്താപ്പയും ഇളയപ്പയും തമ്മിലുള്ള ബന്ധമാണെന്ന് പരിഹാസത്തിലൂടെയാണ് ബാലൻ വിശേഷിപ്പിച്ചത്. ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടു. കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും സജീവമായ ഡീൽ ആരോപണങ്ങൾ ഈ വാക്പോരിലും നിഴലിച്ചു. CPMഉം BJPയും തമ്മിൽ ധാരണയുണ്ടെന്ന് UDFും കോൺഗ്രസും BJPയും തമ്മിലാണ് ധാരണയെന്ന് LDFും ആരോപിക്കുന്നു. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ വോട്ടർമാരുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത്. നേതാക്കൾ തമ്മിലുള്ള വാക്പോര് മുറുകുമ്പോൾ കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ തിരസ്കരിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നു. നുണയൻ വിളികൾ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി മാറുമ്പോൾ വോട്ടർമാർക്ക് ലഭിക്കേണ്ടത് വ്യക്തമായ വികസന കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ നിലപാടുകളുമാണ്. CPMന്റെ 110 സീറ്റ് എന്ന അവകാശവാദവും UDFന്റെ ഡീൽ ആരോപണങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. K സുധാകരൻ കണ്ണൂരിൽ സൃഷ്ടിച്ച ചലനങ്ങൾ പോലെ തന്നെ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ പോരാട്ടവും അതിനെ പ്രതിരോധിക്കാനുള്ള CPMന്റെ ശ്രമങ്ങളും കേരള രാഷ്ട്രീയത്തെ വരും നാളുകളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും.